ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ വന്നിട്ടുള്ളത് ബീട്രൂട്ട് ഒരു 3 ചെറിയ ബീട്രൂട്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ക്യാരറ്റും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്യാണ്ട്. ബീട്രൂട്ട് കൂടുതൽ എടുക്കുക, ക്യാരറ്റ് കുറച്ച് കൊടുക്കും. അപ്പോൾ എടുത്തതിൻ്റെ പകുതി മതി കേട്ടോ. അങ്ങനെ രണ്ടും കൂടിയിട്ട് ഇതേപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ പറ്റിയൊരു ഗസ്റ്റ് വന്നാലൊക്കെ നമുക്ക് ബിരിയാണിയുടെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഇതാണ്, അച്ചാറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു 10-12 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് കുഞ്ഞിതായിട്ട് കട്ടാക്കി എടുക്കുക. അല്ലെങ്കിൽ കുതിർത്തി വെച്ചിട്ട് വിനാഗിരി ഒഴിച്ച് കുതിർത്തി വെച്ചിട്ട് മിക്സിയിൽ അരച്ച് ചേർത്താലും മതിയിട്ട. അപ്പോൾ എനിക്കതിനോട് വലിയ താല്പര്യം തോന്നിയില്ല. കുഞ്ഞ് കഷ്ണാക്കി ഇടുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുഞ്ഞിതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ സൺഫ്ലവർ ഓയിലാട്ടോ ചേർത്തിട്ടുള്ളത്. അച്ചാറായതുകൊണ്ട് കുറച്ച് ദിവസമൊക്കെ ഇരിക്കണമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അത് പറയുമ്പോൾ നമ്മളൊന്ന് വിവരിച്ച് പറയണമെന്നേ ഉള്ളൂ. ഉണ്ടാക്കാനൊക്കെ ഇതൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് കൊണ്ട് ആയി കിട്ടണ അതാട്ടോ. പെട്ടെന്ന് ആക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം, ഒരു മാസമൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ പുറത്ത് വെക്കുകയാണെങ്കിലും ഒരാഴ്ചയിലും കൂടുതലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഉണ്ടാക്കിയത് കൊണ്ട് പുറത്ത് തന്നെയായിരുന്നു ഒരാഴ്ച കേട്ടോ. കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തതിന് ശേഷം ക്യാരറ്റും ബീട്രൂട്ടും ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എണ്ണയിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് എന്ത് ചെയ്യണം, അടച്ച് വെക്കണം. ഒന്ന് ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണില്ലല്ലോ. അപ്പോൾ അത് അതിൻ്റെ ആ ഒരു ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കാം നമുക്ക്. അപ്പോൾ അതാ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ഒരുവിധം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യുക, ഈത്തപ്പഴം നുറുക്കി വെച്ചതുണ്ട് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഈത്തപ്പഴം കൂടെ അതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് അലിയണം. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളെന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് അതൊന്നുമില്ല. കായപ്പൊടി അങ്ങനത്തെ ഒന്നും വേണമെന്നില്ല കേട്ടോ. അത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി ഇൻസ്റ്റൻ്റായിട്ടുള്ള അച്ചാറല്ല. അതുകൊണ്ട് മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ മുളക് പൊടി മാത്രം ചേർത്താൽ മുളക് പൊടിയുടെ കുത്തലൊന്ന് മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു കെമിക്കലും ഒന്നും ചേർക്കാത്തൊരു അച്ചാറാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും ഒക്കെ കൊടുക്കാൻ നല്ലതാണ്. ബീട്രൂട്ടും ക്യാരറ്റാണ്. പിന്നെ അതിൽ അച്ചാർ പൊടി, കായപ്പൊടി ഇവ ഒന്നും ചേർക്കണില്ല. വെറും കുറച്ച് എരിവിന് ആവശ്യമായ മുളക് പൊടി മാത്രമേ ചേർക്കണുള്ളൂ. അപ്പോൾ ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായി ഒന്ന് ചട്ടിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായി ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാ കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, വിനാഗിരി. ഞങ്ങൾ സുർക്ക എന്ന് പറയും, ചിലർ വിനാഗിരി എന്നൊക്കെ പറയും. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തീ കുറച്ച് ഒരു 5 മിനിറ്റ് ഒന്നങ്ങനെ തണച്ചിട്ടാൽ മതി. അപ്പോൾ ഈത്തപ്പഴവും ബീട്രൂട്ടും ക്യാരറ്റിൻ്റെ എല്ലാം ഒന്ന് നന്നായി വെന്തുടങ്ങി വരും. അപ്പോൾ അതിന് ശേഷം ഇതാ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്കിങ്ങനെ കട്ടിക്കാണ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വേണ്ട, ഒരിത്തിരി വിനാഗിരി മാത്രം ചേർത്താൽ മതി. ഞങ്ങൾക്കൊരിത്തിരി ലൂസിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ.
അപ്പോൾ അതാണ് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം നമുക്ക് ഈത്തപ്പഴവും ഇതൊക്കെ കൂടി ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ റെഡിയായി വന്നിട്ടുണ്ട്. ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത്തിരി അടച്ച് വെച്ച് വെന്ത് വന്നപ്പോൾ ഒന്നും കൂടി കട്ടിയായിപ്പോയി. അപ്പോൾ ഒരിത്തിരിയും കൂടി വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ചൂടോടെ തന്നെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടാവും, കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും. ബിരിയാണീൻ്റെ കൂടെ ആണെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബീട്രൂട്ടൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടാണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.